ഇന്ന് ഞങ്ങൾ ടൂറ് പോണ ദിവസമാട്ടാ. വേളാങ്കണ്ണിയും മൂന്നാറാണ് കേട്ടോ പോണത്. ഓറിയനും ചിക്കുനും എൻ്റെ വീട്ടിലാക്കിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. അപ്പോൾ അവരെ കൂട്ടിലാക്കി വെച്ചേക്കാട്ടാ. 6:30 വണ്ടി വരും കേട്ടോ. അപ്പോഴേക്കും സാധനങ്ങളൊക്കെയും പുറത്തെടുത്ത് വെച്ച് ഞങ്ങൾക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വണ്ടി കയറാൻ പോയിട്ടാ. നേരം വെളുത്ത് വരണുണ്ടായിരുന്നുള്ളൂ. രണ്ടാളെയും ഒരു കൂട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഇട്ടത്. അപ്പോൾ അവർക്ക് രണ്ടാക്കയിൽ കിടക്കാനായിട്ട് പറ്റല്ലേ. അപ്പോൾ ഓറിയോനെ ഞങ്ങൾ പുറത്തേക്ക് തന്നെ കിടത്തി. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ ഓറിയോ കാഴ്ച കാണാൻ വേണ്ടി തല പുറത്തേക്കിട്ട് നിന്ന് അന്വേഷിക്കുക കേട്ടാ. കുറേ നേരമായി ആൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വെപ്രാളപ്പെടണേ. കുറച്ച് നേരം എൻ്റെ മടിയിലിരുന്ന് പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടാ. വണ്ടിയിൽ പോകുമ്പോൾ പുറത്തെ കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ വീടെത്തി ആളെ ചങ്ങലയ്ക്ക് ഇട്ടു കേട്ടോ. അപ്പം ഉണ്ട് ഒരു പട്ടി പോയിപ്പോൾ ആൾ വേഗം കുറച്ച് കഴിഞ്ഞ് മേത്തേക്ക് ചാടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി ടൂറിസ്റ്റ് ബസ്സിൽ കയറി മൂന്നാർക്ക് പോവാട്ടാ. അപ്പോൾ കാലത്ത് ഞങ്ങൾക്ക് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പിലാട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടാണ് നേരെ ഞങ്ങൾ ഡാം കാണാനാണ് കേട്ടോ പോണത്. പോകുന്ന വഴിക്ക് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് എന്നറിയാമോ. നിറച്ചും കാടും മലയും പിന്നെ നിറച്ച് തേയിലത്തോട്ടം. അത് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അത് മാത്രമേ ഉള്ളൂ കേട്ടോ കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം അത് കണ്ട് ഞങ്ങൾ ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഡാമിൻ്റെ അവിടേക്ക് പോയിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല കേട്ടോ. അവിടെ കുറേ നേരം ചുറ്റി നടന്ന് കണ്ടു. അതിന് ശേഷം ഈ വെള്ളം ചാട്ടല്ലേ, അത് നല്ല ഭംഗിയുണ്ടായിട്ട് കാണാനായിട്ട്. അപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറും മീൻ വറ്റിച്ചതും കായും പയറുപ്പേരിയും അച്ചാറായിരുന്നു കേട്ടോ. അടുത്തത് ഞങ്ങൾ ശർക്കര ഫാക്ടറി കാണാനായിട്ടാണ് പോയത് കേട്ടോ. പക്ഷേ ബ്ലോക്ക് കിട്ടി. അത് കാരണം ഞങ്ങൾ വിചാരിച്ച പോലെ അത് കാണാൻ പറ്റിയില്ല കേട്ടോ. കുറേ നേരം ബ്ലോക്കിൽ കിടന്നു. ഫ്രണ്ടിലെ ബസ് പഞ്ചറായിട്ട് വേറെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾക്കാർ വന്നതിന് ശേഷം കേട്ടോ അത് വന്ന് ശരിയാക്കിയിട്ടാണ് പോയത്. ബാക്കി നാളെ കേട്ടോ.